പാലക്കാട് നിന്ന് ആരംഭിച്ച ഡീൽ ആരോപണമാണ് അതിപ്പോൾ എത്തി നിൽക്കുന്നത് വട്ടിയൂർക്കാവ് വരെയാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, പാലക്കാട് LDFന്റെ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ആദ്യം ഈ ഡീൽ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് അതിങ്ങോട്ടേക്ക് പല മണ്ഡലങ്ങളിൽ, ഏറ്റുമാനൂരിൽ, കോന്നിയിൽ, റാന്നിയിൽ, അങ്ങനെ ഒട്ടുമിക്ക മണ്ഡലങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതേ ആരോപണം തന്നെ UDF നേതാക്കൾ ഉന്നയിച്ചു. ആദ്യഘട്ടത്തിൽ BJP നേതാക്കൾ, NDA നേതാക്കൾ ഇതിനോട് മൗനം പാലിച്ചു. മുഖ്യമന്ത്രിയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇന്നും ഈ തെരഞ്ഞെടുപ്പ് ഇനി ഒരു 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ, കേരളം ബൂത്തിലെത്താൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഡീൽ ആരോപണവും അതിന്റെ മറുപടികളും അങ്ങനെ ചൂടുപിടിക്കുകയാണ്. അതെ ഗോകുൽ, സ്മിത, ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ എല്ലാ തവണയും കേൾക്കാറുള്ളതാണ് ഈ ഡീൽ ആരോപണം അല്ലെങ്കിൽ സഖ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇപ്പോൾ കോലീബി സഖ്യമൊക്കെ നമ്മളുടെ മുന്നിലുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും അതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഡീൽ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രചാരണ ആയുധം. അത് LDFും UDFും എടുത്ത് ഉപയോഗിച്ചു. ഇപ്രാവശ്യം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യം ഡീലിനെ സംബന്ധിച്ച് പറയുന്നത്. അത് BJPയും CPM-ഉം തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഈ CPM, UDFും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും BJPയുടെ, പ്രത്യേകിച്ച് മോദിയുടെ ഒരു B ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പിണറായി വിജയൻ ഇന്ന് പറയുന്നത്. അതിനെ തിരിച്ചടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ഡീൽ ആരോപണത്തിൽ പറയുന്നത് BJPയുടെ രണ്ടാമത്തെ ടീമാവുന്നതിന് വേണ്ടിയാണ് CPM ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഗുഡ് ലിസ്റ്റിൽ കയറിക്കൂടാൻ, അതായത് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഗുഡ് ലിസ്റ്റിൽ കയറിക്കൂടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നുള്ളതും പറയുന്നു. ഇപ്പോൾ നേമത്തും വട്ടിയൂർക്കാവിലുമൊക്കെ സമാനമായ രീതിയിൽ BJPയും CPM-ഉം ഈ ഡീൽ ആരോപണം തന്നെയാണ് പറയുന്നത്. അത് LDFും BJPയും തമ്മിൽ, BJPയുടെ വോട്ട് ആർക്ക് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് പ്രധാനമായും ഈ ചർച്ച നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ സുരേഷ് ഗോപി കൂടി ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഡീലിനല്ല, വിജയിക്കാനാണ് വന്നത് എന്നുള്ളത് ഇന്ന് സുരേഷ് ഗോപി കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യഘട്ടത്തിലെ പ്രചാരണ വിഷയം അത് ഈ ഡീൽ, അതായത് അണിയറയിൽ ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത് നേമത്തും വട്ടിയൂർക്കാവിലും സജീവമായി തന്നെ നടക്കുന്നു. BJPയുമായിട്ടുള്ള ഡീൽ LDFിനുണ്ടെന്ന് UDFും UDFിനുണ്ടെന്ന് LDFും സമാസമം പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.